സോ ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് സുജിത് എന്നാണ്. ഇറ്റ് ഇസ് ഓട്ടോമേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആപ്പ്. സോ ഇതില് 3 ഇന്റർഫേസ് ഉണ്ട്. ഒന്ന് യൂസേഴ്സ്, അതായത് റെസിഡൻസ്, പിന്നെ ഹരിതകർമ്മ സേന ആൻഡ് റീസൈക്ലേഴ്സ്. ഇതില് നമുക്ക് ഇപ്പൊ നിലവില് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഹരിതകർമ്മ സേന മന്ത്ലി ഒരു ഡേറ്റ് വന്ന് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് പോവാണ്. പിന്നെ പേയ്മെന്റ് ഒക്കെ ഹാൻഡ് പേയ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ അതൊക്കെ ഓട്ടോമൈസ് ചെയ്തേക്കാണ് ചെയ്തത്. ഇത് യൂസർ ഇന്റർഫേസ് ആണ്. യൂസർ ഇന്റർഫേസിൽ നമുക്ക് എത്ര കാറ്റഗറീസ്, നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറീസ് വേസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒരു ഡേറ്റ്, ഒരു ടൈം സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ റിക്വസ്റ്റ് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പേയ്മെന്റ് ഓപ്ഷൻ വരും. കാർഡ് പേയ്മെന്റും ക്യാഷ് പേയ്മെന്റും ആണ്. ഇപ്പൊ ഞങ്ങൾ ഡെമോ പോയാണ് വെച്ചിരിക്കുന്നത്. കാർഡ് പേയ്മെന്റും ക്യാഷ് പേയ്മെന്റും ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ട് പേയ്മെന്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ആവും. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ മാനേജ്മെന്റ്, ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെയാണ് ഞങ്ങൾ യൂസേഴ്സിന് അതായത് റെസിഡൻസിനെ വെച്ചിരിക്കുന്ന ഓപ്ഷൻസ്. പിന്നെ ഹരിതകർമ്മസേനയുടെ ഇന്റർഫേസിൽ ഈ റിക്വസ്റ്റുകൾ കാണാൻ പറ്റും. ഈ റിക്വസ്റ്റ് അനുസരിച്ച് അവർ വന്ന് പിക്കപ്പ് ചെയ്യും. പിന്നെ അവര് വേസ്റ്റുകൾ എത്ര കിലോ വന്നു അതുള്ളത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇനി അവർക്കും പ്രൊഫൈൽ മാനേജ്മെന്റ്, എഡിറ്റ് ഓപ്ഷൻസ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ റീസൈക്ലേഴ്സിന്റെ പറയുമ്പോൾ അവർക്ക് ഈ വേസ്റ്റ് എത്രത്തോളം വന്നു എന്ന് കാണാൻ പറ്റും. പിന്നെ അത് ഇത്ര ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ത്രഷോൾഡ് ലിമിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോലെ ആപ്പിന്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. അവിടെ നിന്ന് അവരൊരു കൊട്ടേഷൻ വെച്ച് ഹരിതകർമ്മസേന വന്ന് കളക്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഹരിതകർമ്മസേന അടുത്ത് പോയി കളക്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കൊട്ടേഷൻ സെറ്റ് ചെയ്യും. ഇപ്പൊ എല്ലാതും മാനുവലിയാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് ഫുൾ ഓട്ടോമൈസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് 3 ഇന്റർഫേസുകൾ. പിന്നെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഒരു അഡ്മിൻ പാനൽ ഉണ്ട്. വാർഡുകളും എംപ്ലോയീസിനും ബാക്കി യൂസേഴ്സിനെയും ഒക്കെ റീസൈക്ലേഴ്സിനെയും മാനേജ് ചെയ്യാൻ ഒരു അഡ്മിൻ പാനലും ഉണ്ട്.